നമുക്ക് അടുത്ത കഥയിലേക്ക് കടക്കാം. അതിനായിട്ട് പാർവതി മാമിനെ ക്ഷണിക്കും. എന്റെ മലയാളം അത്ര നല്ലതൊന്നുമല്ല, ബട്ട് സ്റ്റിൽ ഐ മലയാളം കുറച്ച് ഓക്കെ. ആ ഈച്ച പറന്ന് 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 എന്ത് നീറ്റാക്കിയിരിക്കുക. ഞാൻ എന്ത് ഭംഗിയാണ്. ഐ ആം നേച്ചർ സ്കാവഞ്ചർ. എല്ലാം ക്ലീൻ ആയിട്ടുണ്ട്. ഇങ്ങനെ വേണം പണി ചെയ്യണമെങ്കിൽ, ഇങ്ങനെ വേണം പണി ചെയ്യ. She sat. അവളുടെ സാരി തുമ്പങ്ങോട്ട് kept it there and എന്റെ വീടൊന്ന് നോക്കാൻ. എന്തൊരു ഭംഗിയാണ് ഞാൻ വീട്ടിൽ വെച്ചിരിക്കുന്നത്. ബ്യൂട്ടിഫുൾ, തിളങ്ങാണ്. ഞാൻ സ്ക്രബ് ചെയ്ത് സൂപ്പർ. ആ വിളക്കൊന്ന് നോക്കിയേ, എന്തൊരു ഭംഗി. ഞാൻ ഇന്നലെ ഇരുന്ന് തേച്ചതാ. ഞാൻ അവളെ ആലോചിച്ചു. ആ ഈച്ച ഇങ്ങനെ പറന്ന് പറന്ന് പോയി. അവിടെ നിന്ന് ഇനി ഒരു ഈച്ച വന്നു. ഹായ്, എന്റെ പേര് റോസാണ്. ഞാൻ അടുത്ത ഗ്രാമത്തിൽ നിന്ന് വന്നതാണ്. ഓ അതെയോ, ഹായ്. ഞാൻ പറഞ്ഞല്ലോ എന്റെ പേര്. എന്റെ പേരെന്താ? ഞാൻ ഇപ്പൊ വരാട്ടോ. ആ ഈച്ച അങ്ങോട്ട് പറന്നു പോയിട്ട് ആ മരത്തിന്റെ ഒരു ഇലയിൽ അങ്ങോട്ട് ഇരുന്നിട്ട്, എന്റെ പേര് ഞാൻ മറന്നല്ലോ. എനിക്ക് എന്റെ പേരെന്താ? നിങ്ങൾക്കറിയാമോ എന്റെ പേര്? നിങ്ങൾക്കറിയാമോ? മറക്കാൻ പറ്റുമോ എന്റെ പേര്? അവൾ അങ്ങനെ പുറത്തേക്ക് വന്നിട്ട് അവളുടെ ഗാർഡൻ ഒന്ന് നോക്കുകയാണ്. എന്തൊരു ഭംഗിയാണ് ആ ഗാർഡൻ വെച്ചിരിക്കുന്നത്. ആ സമയത്ത് ദൂരേന്ന് ഒരു സ്ത്രീ വരിക. ഹായ്, എവിടെയാണോ താമസം? അതെ, ഇത് എന്റെ വീടാണ്, ഇതെന്റെ ഗാർഡൻ ആണ്. അവൾ സന്തോഷത്തിൽ പറഞ്ഞു. ഞാനേ 2 ദിവസമായിട്ടില്ല വന്നിട്ട്. അപ്പുറല്ലേ ആ വീട്ടിലാണ് ഞാൻ വന്നിരിക്കുന്നത്. എന്റെ പേര് രാജലക്ഷ്മി എന്നാണ്. അയ്യോ, എനിക്ക് 2 കുട്ടികളുണ്ട്. എനിക്ക് 2 കുട്ടികളുണ്ട്, ഒരു മോളും ഒരു മോനും ഉണ്ട്. അവരിപ്പോ സ്കൂളിൽ പോയിരിക്കുക. അങ്ങേരും ഓഫീസിൽ പോയി കഴിഞ്ഞു. ഞാൻ ഇവിടെ എന്റെ ഇതെല്ലാം ഞാൻ നോക്കിക്കുന്നു. അയ്യോ, ശരി. അപ്പോഴേ എനിക്ക് കുറച്ച് പണിയുണ്ട്. ഞാൻ മാർക്കറ്റിൽ പോവാനുണ്ട്. ഞാനിപ്പോ പക്ഷേ പേര് പറഞ്ഞില്ലല്ലോ. ബസ് വന്നു കഴിഞ്ഞു. പൊക്കോളൂ, ബസ് നിൽക്കുന്നു. ശരി, പിന്നെ കാണാൻ കേട്ടോ. ആ സ്ത്രീ പോയി. ഇവളവിടെ വന്നു, വീട്ടിലേക്ക് വന്ന കഥ അടച്ചു. എന്റെ പേര് ഞാൻ മറന്നോ? ഞാൻ മറക്കേ. പക്ഷെ എന്റെ പേരെന്താണോ? എന്തായിരിക്കും എന്റെ പേര്? ആ ഈച്ച ഇങ്ങനെ, ഞാനേ ആ പശുവിനോട് ചോദിക്കാം. ആ പശുവിന് എന്റെ പേരറിയാമായിരിക്കും. ഞാൻ ചോദിക്കട്ടെ. ആ ഈച്ച അങ്ങോട്ട് പറന്നു പോയി ആ പശുവിന്റെ അടുത്ത് പോയി. പശു ആണ്ടി, നിനക്ക് ചോദിക്കാനുണ്ട്. നീ എപ്പോഴും വന്ന് എന്നെ ശല്യപ്പെടുത്തുക. ഇപ്പൊ എന്താ വേണ്ടത്? അതേ, എനിക്ക് എന്റെ പേരെന്താ പശു ആണ്ടി? നിന്റെ പേരോ? എനിക്കൊന്നും അറിയില്ല നിന്റെ പേരെന്ന്. നീ ആകെ ശല്യം ചെയ്യുന്ന ആള്. എനിക്ക് പ്ലീസ് ആണ്ടി എന്റെ പേരൊന്ന് പറഞ്ഞ ആണ്ടി. എനിക്കറിയില്ല. നീ ഒരു കാര്യം ചെയ്യുന്ന മേയ്ക്കുന്ന ആ മനുഷ്യനുണ്ടല്ലോ, ആ മനുഷ്യനോട് പോയി ചോദിക്കും. ആ മനുഷ്യനറിയാമോ? എന്താ അതെ, എന്റെ പേരെന്താണ്? അയ്യോ, എന്റെ പേരെന്താന്നൊന്ന് പറയാവോ? എനിക്കൊന്നും അറിയില്ല എന്റെ പേരൊന്നും. നീ വേണമെങ്കിൽ ആ മരം ഉണ്ടല്ലോ, ആ മരം 400 കുറെ വർഷമായിട്ടുണ്ട്, ആ മരത്തിനോട് ചോദിക്കും. ഇവളിങ്ങനെ ആലോചിച്ചു. ആ സമയത്ത് ബെല്ലടിച്ചപ്പോ
അവളുടെ ജോലിക്കാരി വന്നു. ജോലിക്കാരി വന്നു. ആ, എന്താ കമലമ്മേ, ഇന്ന് കുറച്ച് ലേറ്റായി തോന്നുന്നു. ഇന്ന് സ്കൂളിൽ പോയണ്ടിരുന്ന്. ആ, കമലമ്മ പറഞ്ഞു. ഞാനൊരു ചോദ്യം ചോദിക്കാൻ പോവാ കേട്ടോ. നീ പറയണേ, നോക്കട്ടെ അറിയോ എന്താന്ന് ഞാൻ നോക്കട്ടെ. പറയൂ, എന്റെ പേരെന്താ? ചേച്ചി. അല്ല, എന്റെ പേരെന്താ പറയൂ. നിന്റെ പേര് കമലമ്മയല്ലേ, അപ്പൊ എന്റെ പേരെന്താ? ചേച്ചി. എനിക്ക് ചേച്ചിനെ അറിയാവൂ. എല്ലാരും എനിക്ക് ചേച്ചി. ആ വീട്ടിലെ ചേച്ചി, ഈ വീട്ടിലെ ചേച്ചി, ആ വീട്ടിലെ ചേച്ചി. ചേച്ചി. ആ, ശരി ശരി. അവള് വീട് തുറന്നിട്ട് ഞാൻ അടുത്ത വീട്ടിൽ പോയിട്ട് വരാൻ പറഞ്ഞിട്ട് അടുത്ത വീട്ടിലേക്ക് പോയിട്ട് ബെല്ലടിച്ചു. അവിടെ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു, എന്നെ പോലെ ആയിരിക്കും, വെള്ളയും മുടിയൊക്കെ ആയിട്ട് ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. ആ, വരും മോളെ. എന്താ? ഇല്ല ഇല്ല ആന്റി, എനിക്ക് ഒന്ന് ചോദിക്കണമെന്നുണ്ട്. എന്താ എന്താ മോളെ ചോദിക്കണ്ടേ? ചുമ്മാ ചോദിക്കാ കേട്ടോ. ആന്റിക്ക് എന്റെ പേരറിയാവോ? അറിയാലോ. ആർക്കറിയാത്ത? മിസ്സസ് പിള്ളയല്ലേ? എനിക്കറിയാം മിസ്സസ് പിള്ള. ഇല്ല ഇല്ല ആന്റി, എന്റെ പേര് അതെ, മിസ്സസ് പിള്ള. എനിക്കറിയാലോ, തൊട്ടടുത്തുള്ള വീട്ടില്. ഇങ്ങനെ ചോദിക്കാവോ? അറിയില്ല എനിക്ക് മിസ്സസ് പിള്ളേന്ന് എനിക്കറിയില്ല. ആ, ശരി ആന്റി, എനിക്ക് കുറച്ച് പണിയുണ്ട്, ഞാനൊന്ന് വീട്ടിലേക്ക് ഒന്ന് പോട്ടെ. ഇങ്ങനെ തിരിച്ചു വരുമ്പോ ഒരു ചെറിയ കുട്ടി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. മക്കളുടെ രണ്ട് ഫ്രണ്ടാണ്. അല്ല മോളെ, ഞാൻ ഇന്നൊരു ചോദ്യം ചോദിക്കാൻ പോകട്ടെ മോളോട്. എന്താ ആന്റി, ഫസ്റ്റ് എന്നെ കാണുമ്പോ തന്നെ കെട്ടിപ്പിടിക്കുമല്ലോ, ഇന്നെന്താ ഒന്നും ചെയ്യാത്ത? ഇല്ല മോളെ, മോൾക്ക് എന്റെ പേരെന്താന്നറിയാ? അറിയാലോ ആന്റി. ഇല്ല, എന്റെ പേര് ആന്റി. ആ, ശരി ശരി. മോളെ വന്നേ, കെട്ടിപ്പിടിക്കട്ടെ, മോളെ കെട്ടിപ്പിടിക്കട്ടെ. എന്നിട്ട് അവളങ്ങോട്ട് പോയി. അവളങ്ങോട്ട് പോയപ്പോ ഇനി ഒരു സ്ത്രീ വരുന്നത് കണ്ടു. രാജയുടെ അമ്മയല്ലേ? ഓ, അതെ അതെ അതെ. എന്റെ പേരറിയാവോ? അറിയാലോ, രാജന്റെ അമ്മ. രാജന്റെ അമ്മ മോളുണ്ടല്ലേ? ആ, റാണി. റാണിയുടെ അമ്മ, രാജന്റെ അമ്മ. എനിക്കറിയാലോ, രാജന്റെ അമ്മയാണ്. ശരി, ഞാനൊക്കെ പണിയുണ്ട്, ഞാൻ പോട്ടെ. വീട്ടിൽ വന്ന് അവളിരുന്നു. എന്റെ പേരറിഞ്ഞു, ഞാനും മറന്നു എന്റെ പേര്. ആ ഈച്ച അങ്ങോട്ട് പറന്ന് പോയി ആ മരത്തിനടുത്ത് പോയി. മരമേ, എന്റെ പേരെന്താണെന്ന് പറയാവോ മരമേ? ഞാൻ എന്ത് പറയാനാ, വയസ്സായില്ലേ. എനിക്കറിയാം കേട്ടോ, എനിക്കറിയാം മോളുടെ പേര്. പക്ഷേ പക്ഷെ ഇപ്പൊ മറന്നു. വയസ്സായില്ലേ, മറുതിയാണ്. ഒന്നൊന്നോ ആലോചിച്ചൊന്നും പറയും. അതെ, പറയാം. ഒന്ന് കാര്യം ചെയ്യാ, കൊക്കില്ലേ എന്റെ അവിടെ ഇരിക്കുന്ന ആ കൊക്കിനടുത്ത് പോയി ചോദിച്ചേ. ആ ഈച്ച പോയി തളർന്നു പോയി. കൊക്കെ എന്റെ പേരറിയാം. എനിക്കൊന്നറിയില്ല, ആ മീനിന്റെ അടുത്ത് പോയി ചോദിക്കുക. പറഞ്ഞു പോയി. മീന് പൊയ്ക്കൊണ്ടിരിക്കുക. ഈ മീന് നിക്ക്. ഇവള്, എന്റെ പേരെന്താ? വേണമെങ്കിലേ ആ മീൻ പിടിക്കുന്നവന്റെ അടുത്ത് പോയി ചോദിക്കും. മീൻകാരന്റെ അടുത്ത് പോയി ചോദിച്ചു. നിന്നെ പോലെ എത്ര ഈച്ച ഇങ്ങോട്ടും വരുന്നുണ്ട്. നീ വന്നോ ഇനി? ഇല്ല, എന്റെ പേര് മാത്രം ഞാൻ വരികയില്ല ഇനി ഇങ്ങോട്ട്. എനിക്കറിയില്ല, എന്റെ പേരൊന്നും എനിക്കറിയില്ല. നീ വേണമെങ്കിൽ ആ കോട്ടല്ലേ കൊശവന്റെ അടുത്ത് വേണമെങ്കിൽ പോയി ചോദിക്കും. ആ ഉണ്ടാക്കുന്നില്ലേ, ആ കൊശവന്റെ അടുത്ത് പോയി ചോദിക്കുക. ആ ഈച്ച പോയി ആ കൊശവൻ ആർക്കും എന്റെ പേരറിയില്ല. എനിക്ക് എന്റെ പേരറിയില്ല, ആർക്കും എന്റെ പേരറിയില്ല. അങ്ങോട്ട് വീട്ടിൽ വന്ന് അവിടെ ഇരുന്നു. പണിയാവുന്നില്ല. വൈകുന്നേരം മക്കൾ രണ്ടുപേരും വന്നു. എന്തൊക്കെയോ കൊടുത്ത്, എപ്പോഴും ടിഫിൻ കൊടുത്ത് എല്ലാം കൊടുത്ത്
മക്കളെ, ഞാൻ ഇന്നൊരു നമുക്കൊരു ക്വിസ് കളിക്കാൻ. ക്വിസ് എന്താ എന്താ ക്വിസ്? ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. നിന്റെ പേരെന്താ? എന്തമ്മ എന്നോട് ചോദിക്കുക. എന്റെ പേര് റാണി. നിന്റെ പേരോ? എന്റെ പേര് രാജ. ഇതാണോ ക്വിസ്? വേറെ ക്വിസ് ഒന്നുമില്ല. ഇപ്പൊ പറയാ, എന്റെ പേരെന്താ? അമ്മ. അല്ല, എന്റെ പേര് അമ്മ. അമ്മയാണ്. ഞങ്ങക്ക് അമ്മയല്ലേ? അമ്മ അമ്മ. ഓ ശരി, കഴിച്ചിട്ട് കളിക്കാൻ പോക്കോ. ഭർത്താവ് വരികയാണ്. ഭർത്താവ് വന്നിട്ട് എനിക്ക് എന്തൊരു സന്തോഷാന്നറിയോ ഈ വീട്ടിൽ വരുന്നത്. എന്ത് രസമായിട്ടാ വീട്ടിൽ വെച്ചിരിക്കുന്നത്. ക്ലീൻ ആയിരിക്കുന്നു. നീ നീ ഉണ്ടാക്കുന്ന ഭക്ഷണമോ അത്ര രസമാണ്. ഇന്ന് എന്താ ഉണ്ടാക്കിയിരിക്കുന്നത്? ബജി. ആ, ബജി തരുമോ? എന്തോ എന്തെന്തോ സൂപ്പർ ആയിരുന്നു കേട്ടോ. സൂപ്പർ ആയിരുന്നു. ഈ രംഗോലി ഇട്ടിരിക്കുന്ന എന്ത് ഭംഗിയാ. നീ സൂപ്പറാണ് എന്റെ ഭാര്യ. അത് ശരി, ഞാനൊന്ന് ചോദിക്കട്ടെ, എന്താ മോളെ ഇങ്ങനെ കണ്ണൊക്കെ അങ്ങോട്ട് നിറയുന്നു? ഞാൻ ആരോടും പറഞ്ഞില്ല. പക്ഷേ പക്ഷേ ഞാനൊന്ന് ചോദിക്കട്ടെ, എന്റെ പേരെന്താ? നിന്റെ പേര് സ്വീറ്റി പൈ. അതല്ലേ ഞാൻ നിന്നെ എപ്പോഴും വിളിക്കുന്നത്, സ്വീറ്റി പൈ. എന്റെ പേര് നിന്റെ പേര് സ്വീറ്റി പൈ. ഞാൻ എത്ര കാലം നിന്നെ സ്വീറ്റി പൈ എന്നല്ലേ വിളിക്കുന്നത്? അതെ. എന്താ മോള് കരയുന്നെ? എന്റെ സ്വീറ്റ് പൈ എന്തിനാ കരയുന്നത്? ഞാൻ എന്റെ പേര് മറന്നു. ആർക്ക് എന്റെ പേര്? എനിക്ക് നിന്നെ സ്വീറ്റി കല്യാണത്തിന് അന്ന് ദിവസം മുതലേ നിന്നെ ഞാൻ സ്വീറ്റി പൈ എന്നാ വിളിക്കുന്നത്. ആർക്കറിയില്ല. ആര് പറയുന്നു? മിസ്സസ് ശർമ്മ പറയുന്നു, മിസ്സസ് പിള്ള എന്ന് പറയുന്നു, പിന്നെ അമ്മ എന്ന് പറയുന്നു, ചേച്ചി. ഒരു കാര്യം ചെയ്യും, കരയില്ല കരയില്ല. ഇപ്പോയിട്ട് ആ സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ടാവില്ലേ, സർട്ടിഫിക്കറ്റിന്റെ എന്റെ പേര് കാണും. നേര് റൂമിലേക്ക് പോയിട്ട് ആ ഷെൽഫൊക്കെ ഭംഗിയായിട്ട് സാരിയും ദുപ്പട്ടയൊക്കെ അടുക്കി വെച്ചിരിക്കുക. അതൊക്കെ അങ്ങോട്ട് പിന്നെ ഓർമ്മ വന്നു, സർട്ടിഫിക്കറ്റ് ഇല്ല. കൊണ്ടേ വന്നില്ല വീട്ടിൽ നിന്ന്. കല്യാണമായപ്പോ എന്തിനാ സർട്ടിഫിക്കറ്റ്? വീട്ടിലായിരിക്കും. രാത്രി ഉറക്കമേ വരുന്നില്ല അവൾക്ക്. ഹസ്ബൻഡിനെ വിളിച്ചു, ഞാൻ നാളെ രാവിലെ ഞാൻ എൻ്റെ അമ്മയുടെ വീട്ടിൽ പോവാണ്. എന്റെ സർട്ടിഫിക്കറ്റ് ഇവിടെ ആരുണ്ടോ? എനിക്ക് അതൊക്കെ ഒന്നും അറിയില്ല. എനിക്ക് എന്റെ പേരറിയണേ. ഞാൻ പോവാ. ശരി, 2 ദിവസം. അടുത്ത ദിവസം ഇവിടെ അമ്മയുടെ വീട്ടിലേക്ക് പോവാം. ഇങ്ങോട്ട് പറഞ്ഞു എന്നിട്ട് ആ കൊശവന്റെ അടുത്ത് ചോദിച്ചപ്പോ കൊശവൻ പറഞ്ഞു അറിയില്ല. മണ്ണിനോട് ചോദിക്കാന്ന് പറഞ്ഞു. മണ്ണിനും ചോദിച്ചു, മണ്ണേ എന്റെ പേരെന്താ? അറിയില്ല. ഈ കാര്യം ചെയ്യും, ആ പുല്ലിനോട് ചോദിക്കും. ആ പുല്ലെടുത്ത് പോയിട്ട് ഈ പുല്ലേ, മതി ഞാൻ കണ്ടോണ്ടിരിക്കല്ലേ. എല്ലായിടത്തും ചുറ്റുന്ന് ഒരു ചോദ്യം മാത്രമേ നീ ചോദിക്കുന്നുള്ളൂ, എന്റെ പേരെന്താ? പക്ഷെ എനിക്കറിയില്ല നിന്റെ പേര്. പിന്നെ ഞാൻ എന്ത് ചെയ്യും? ആരോട് ചോദിക്കും? ഞാൻ അവിടെ ഒരു കുതിരയില്ലേ, ആ കുതിരയോട് ചോദിക്കും. പറന്ന് പോയിട്ട് കുതിരയുടെ മേലിൽ പോയിട്ട് ആ കുതിരയാണ് ഒക്കെ ചെയ്യാണ്. പക്ഷെ ഒന്നും പറയുന്നില്ല. ഇവളെന്നിട്ട് നേരെ അമ്മയുടെ വീട്ടിലേക്ക് പോയി. അമ്മയുടെ വീട്ടിലേക്ക് പോയിട്ട് അമ്മയും അച്ഛനും കണ്ടിട്ട്, എന്താ മോളെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? മക്കളും വന്നില്ല, ഭർത്താവ് വന്നിട്ടില്ല, ഒരു പ്രശ്നവുമില്ല. അതെ അമ്മേ, അച്ഛാ, ഞാനേ ഇങ്ങനെ എന്തോ എഴുതാൻ പോവായിരുന്നു കേട്ടോ, കഥ മാതിരി. അതിൽ കഥയിൽ എന്റെ പേര് എഴുതണമല്ലോ, ആരാ എഴുതിയെന്ന്. അത് ഞാൻ ചോദിക്കാന്ന്. അമ്മ അച്ഛാ, എന്റെ പേരെന്താ? ഞങ്ങളുടെ ആദ്യത്തെ ഞങ്ങളുടെ മോളിനെ വിളിക്കാറുള്ളൂ. മോളെ മോളു, മോളെ മോളു. എന്റെ പേരമ്മേ അറിയില്ല. പേര് മോളു, മോളെ. ഈ ഒരു കാര്യം, എന്റെ സർട്ടിഫിക്കറ്റ് എല്ലാം പോയി നോക്കിക്കും. സർട്ടിഫിക്കറ്റ് പോയി നോക്കാം. അതിനു മുമ്പ് ഞാനൊന്ന് കുറച്ചൊന്ന് നടന്നിട്ട് വരാം. നമ്മുടെ പനമ്പള്ളി നഗറിൽ ഇങ്ങനെ ഇവിടെ അമ്മയുടെ വീട്ടിൽ നിന്ന് ഇങ്ങനെ നടക്കട്ടെ. വെറുതെ കൊടുത്ത എല്ലാം പോയി. എന്റെ പേര് ആർക്കും അറിയില്ല, എനിക്കറിയില്ല എന്റെ പേര്. ഇങ്ങോട്ട് പറന്നു വന്നിട്ട് ചെവിയിലങ്ങോട്ട് ആ കുതിരയുടെ വിളിച്ചു.
ഇപ്പൊ എനിക്ക് ഓർമ്മ വരുന്നുണ്ട്. കുതിരെ, താങ്ക് യു കുതിര. കുതിര ചേച്ചി, ഞാനൊന്നും പറഞ്ഞില്ലല്ലോ, ഞാൻ ഒച്ചയല്ലേ ഉണ്ടാക്കിയത്. പക്ഷേ നമ്മുടെ ഈച്ചയ്ക്ക് പേര് കിട്ടി. ഈന്നായിരുന്നു ആ ഈച്ചയുടെ പേര്. ഇവിടെ ഇങ്ങനെ നടന്നു പോവുമായിരുന്നു, പനമ്പള്ളി നഗറിൽ ഇങ്ങനെ നടന്നു പോകുമ്പോ, ശാരദേ നോക്കിപ്പോ, ശാരദേ എവിടെയായിരുന്നുടി നീ? എത്ര നാളായി? ആ കോളേജ് മുടിച്ച് കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ് നീ പോയ പിന്നെ ഒരു ന്യൂസും ഇല്ല. മറ്റവരൊക്കെ ഞങ്ങൾ എല്ലാരും മീറ്റ് ചെയ്യായിരുന്നു. ശാരദ, എന്തടി എവിടെ പോയി നീ? ക്ലാസ് ഫസ്റ്റ്, യൂണിവേഴ്സിറ്റി ഫസ്റ്റ്, പാട്ടില് ഫസ്റ്റ്, ഡിബേറ്റില് ഫസ്റ്റ്. ആ കോളേജ് നിന്റെ പേര് തന്നെ പറയുമായിരുന്നു, ശാരദേ 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 ശാരദേ. ഇപ്പൊ എവിടെടി നീ? നിന്നെ കാണാറില്ല. നീ എവിടെ പോയി? അവളൊന്നും പറഞ്ഞില്ല. അവളെ കെട്ടിപ്പിടിച്ച് ഇരുന്നു. എന്നിട്ട് വീട്ടിൽ പോയിട്ട് സർട്ടിഫിക്കറ്റ്, ആ കപ്പ്, ആ മെഡല് എല്ലാം എടുത്ത് ബാഗിലിട്ട് നേരെ വീട്ടിലേക്ക് പോയി. വീട്ടിൽ പോയപ്പോ അവിടെ നോക്കിയേ, എന്ത് കശപിശാന്ന് ഇരിക്കുന്ന വീട്. നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. കശപിശായിട്ട് ഇരുന്നാ ഒരു കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല. അങ്ങനെ എന്നെ ഇരുന്നോട്ടെ. മക്കളെ വന്നേ, നോക്ക് അമ്മയുടെ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ നോക്ക്. അമ്മ എന്തൊക്കെ നോക്ക്. അമ്മേ ശാരദ ഫസ്റ്റ് റാങ്ക്. അമ്മേ ശാരദ ഫസ്റ്റ് റാങ്ക് ഇൻ സിംഗിങ്. അമ്മേ ശാരദ. പെർഫോമൻസ്. എന്റെ അമ്മേ, ബ്യൂട്ടിഫുൾ. ഒരിക്കലും കേൾക്കാത്ത തീം. മാമിന്റെ ആക്ടിങ് ഭയങ്കരം തന്നെയാ. അതെ, കൊച്ചു കുട്ടികളെ they will enjoy so It was a well. performance more than a narration, wasn't it? It was a performance. ഇത് Great ആക്ച്വലി performance. തമിഴിലൊരു ഇതുണ്ട്, അത് തെലുങ്കിലും ഉണ്ട്, ഈ റൈം ഉണ്ട്. ഈ ആണ് തമിഴിൽ പറയാം, ഈച്ച എന്ന് പറയല്ലേ, ഈ എന്നാണ് അവളെ മറന്നു പോവുക അവളുടെ പേര്. അപ്പോ കന്നുകുട്ടി എടുത്തു വെക്കും, പിന്നെ പശുവിന്റെ ചെയിൻ സ്റ്റോറി ആയിട്ട് വരും. കുറെ ഉണ്ട് ക്യാരക്ടേഴ്സ്. ഇതേ ഇത് സത്യവതി എന്നൊരു പ്രൊഫസർ തെലുങ്കിൽ ഈ സ്റ്റോറി എഴുതിയിരുന്നു, ഫോർ ദ ലേഡി. സോ അത് രണ്ടും ഞാൻ കമ്പൈൻ ചെയ്തു. ജസ്റ്റ് ട്രൈ ടു ബ്രിങ് ഇൻ ബോത്ത്. സിമിലർ ആയിരുന്നു സ്റ്റോറീസ്. പനമ്പള്ളി നഗറിലേക്കൊക്കെ എത്തി എന്നിട്ട് അല്ല, ഒരു ഈച്ചയാണെങ്കിലും ഒരു സ്ത്രീ ആണെങ്കിലും ഈ പറഞ്ഞ മാതിരി കുറച്ചൊക്കെ നമ്മൾ ആരാണെന്ന് ഒരു പർട്ടിക്കുലർ ഏജ് എത്തുമ്പോഴേ നമ്മുടെ ഒരു പേഴ്സണാലിറ്റിയിൽ വരുന്ന ചേഞ്ച് ഒക്കെ പെട്ടെന്നുള്ളൊരു റിയലൈസേഷൻ ആണ് ഓരോ സ്ത്രീകൾക്കും. ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട്, കുറെ നാള് കഴിഞ്ഞ് അയ്യോ ഇങ്ങനെ ആയിരുന്നില്ലല്ലോ ഞാൻ ഏതോ പുതിയ ഒരു രൂപവും ഭാവവും, ഈവൻ പേര് പോലും ഈ പറഞ്ഞ മാതിരി അമ്മയാണ്, അല്ലെങ്കിൽ ടീച്ചറായിരിക്കാം, അതല്ലെങ്കിൽ മിസ്സസ് രാമൻ ആയിരിക്കാം. ഇങ്ങനെ പല പല പേരിലും നമ്മൾ അറിയപ്പെടുമ്പോഴും നമ്മുടെ സ്വന്തമായിട്ടുള്ള ഞാൻ അതിലേക്കായിരുന്നു ഫോക്കസ്. നമ്മുടെ ഐഡന്റിറ്റി എപ്പോഴാണ് നമുക്ക് നഷ്ടപ്പെടുന്നത് എന്നുള്ളത്. അത് കഥയാണെങ്കിലും ആ കഥ വളരെ രസകരമായിട്ട് പാർവതി മാം പറഞ്ഞപ്പോഴും ബ്യൂട്ടിഫുൾ ഡയറക്ഷൻ സ്റ്റൈലും എക്സ്പ്രഷൻസ് വോയിസ് മോഡുലേഷൻ ബ്യൂട്ടിഫുൾ ആയിരുന്നു. നമ്മൾ അതിലേക്ക് ഇങ്ങനെ ക്യാരിഡ് അവേ ആയിരുന്നു ആ സ്റ്റോറിയിലേക്ക്. പക്ഷെ അപ്പോഴും ഞാൻ എന്റെ ഉള്ളിന്റെ ഉള്ളിൽ ആലോചിക്കായിരുന്നു, നമ്മൾ എപ്പോഴൊക്കെയാണ് നമ്മുടെ ഒരു ഐഡന്റിറ്റി നഷ്ടപ്പെടുത്തുന്നത്, അല്ലെ? നമ്മൾ ആരാണ് എന്നുള്ള ഒരു ചോദ്യം, പേര് മറന്നില്ല എങ്കിൽ പോലും എന്താണ് നമ്മൾ ചെയ്യുന്നത്, നമ്മൾ ആരാണെന്നുള്ള ഒരു ചോദ്യചിഹ്നം നമ്മൾ ഓരോരുത്തർക്കും, അതിന് പുരുഷന്മാർക്കുണ്ടോ എന്ന് അറിയില്ല, പക്ഷെ സ്ത്രീകൾക്ക് ഒരു ഒട്ടുമിക്ക സ്ത്രീകളെ പൊതുവെ മിസ്സസ് പിള്ളേനോ മിസ്സസ് ഇതല്ലേ, പുരുഷന്മാർക്ക് അത്രയില്ല. അതെ അതെ അതെ, ദാറ്റ്സ് നൈസ്. വേറെ എന്തെങ്കിലും ഡിസ്കസ് ചെയ്യാണ്ടോ? യെസ്. നമ്മുടെ ഫാമിലി ലൈഫില് ഇമേഴ്സ്ഡ് ആയിട്ട് ഇരിക്കുമ്പോഴേ നമ്മുടെ ഐഡന്റിറ്റി മുഴുവൻ പോവാ, നമ്മളെ അറിയണില്ല, നമ്മൾ സന്തോഷിക്കാണ്. വി ആർ വിത്ത് ഹസ്ബൻഡ്, വി ആർ വിത്ത് ചിൽഡ്രൻ, വി ആർ വിത്ത് ഫാമിലി. അപ്പൊ അതാണ് നമ്മുടെ ഹെവൻ. അത് കഴിഞ്ഞ് കുറെ കഴിയുമ്പോൾ നമ്മൾ ഇടയ്ക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ
വേർ ഇസ് അവർ ഐഡന്റിറ്റി? അതെല്ലാം പോയി. പിന്നെ വിത്ത് അവർ ഫ്രണ്ട്സ്, നമ്മൾ പറയില്ലേ ഫ്രണ്ട്സിന്റെ കൂടെ കുറച്ച് സമയം നമ്മൾ ചെലവഴിക്കണമെന്ന്. അപ്പൊ അവർക്ക് അത് നമ്മളെ പേര് പറഞ്ഞ് വിളിക്കുമ്പോൾ ഓക്കെ വി ആർ ദാറ്റ്, ആ ഒരു ഇതിലേക്ക് ആ ഐഡന്റിറ്റി അവർക്ക് പെട്ടെന്ന് ഇങ്ങനെ വരികയാണ്. ബ്യൂട്ടിഫുൾ, വളരെ നല്ലതല്ലേ? ആക്ച്വലി ഐ വാസ് റിമൈൻഡഡ്, ഈ എൻ്റെ സ്കൂളിൽ കൂടെ പഠിച്ച കുട്ടികളിൽ മറാഠീസ് പറയുമായിരുന്നു, കല്യാണം കഴിഞ്ഞാല് അവര് ഇൻലോസിന്റെ വീട്ടിൽ പോയാൽ അവരെ പേര് മാറ്റിക്കളയും. കറക്റ്റ്. സോ അല്ല, പേരിൽ കുറെ ഇമ്പോർട്ടൻസ് ഉണ്ട്, ബിക്കോസ് ദാറ്റ് ഇസ് ഹൂ വി ആർ. അപ്പം മദറും വൈഫും സിസ്റ്ററും ഡോട്ടറും നീസൻ അതൊക്കെ ശരി തന്നെ, പക്ഷെ നമ്മളെ പേരാണ് നമ്മളെ ക്ലോസസ്റ്റ് ഐഡന്റിറ്റി. അപ്പം ഈ പഴയ സിസ്റ്റമിൽ, നമ്മളെ സോഷ്യൽ സിസ്റ്റമിൽ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിപ്പിച്ച് കൊണ്ടുപോകുമ്പോൾ, കല്യാണം കഴിച്ചു കൊണ്ടുപോകുമ്പോൾ അവരെ മെറ്റേൺ, അവരെ യുനോ ദ ഹോം ഓഫ് ദെയർ ബർത്ത്, അവിടുത്തെ ഐഡന്റിറ്റി കംപ്ലീറ്റ്ലി വൈപ്പ് ഔട്ട് ചെയ്യുന്നതാണ് മദർ ഇൻ ലോ പുതിയ പേര് കൊടുത്തിട്ട്. പുതിയ പേര് കൊടുക്കും. സോ യു ഹാവ് നോ കണക്ഷൻ വിത്ത് ദി with the home of your സിന്ധീസിനൊക്കെ ജാതകവും രണ്ടാമത് എഴുതും. ആ കല്യാണം കഴിയുന്ന മുഹൂർത്തത്തിലാണ് ജനനം, രണ്ടാം ജനനം. ജാതകം പോലും മാറ്റും, പേര് മാത്രമല്ല ആളും കുണ്ടലിയും ഒക്കെ മാറും. പോവുമല്ലോ, അവര് വീട്ടിലേക്ക് അയക്കില്ല, പോലും പോവില്ല. പിന്നെ നോർത്ത് ഇന്ത്യൻ, വെള്ളം കൂടി കുടിക്കില്ലാന്ന്. അതെ അതെ, നോർത്ത് ഇന്ത്യൻ സീരിയൽസ് ഒക്കെ കാണുമ്പം ഒരു പുരുഷൻ വൈഫിനെ വിളിക്കുന്ന ലീലാക്കിമാ എന്ന് വിളിക്കും, ഒരു കുട്ടിയുടെ അമ്മ. അല്ലാണ്ട് അവരെ ക്വാളിഫിക്കേഷൻ എപ്പോഴും അതാണ്, ആരുടെയോ അമ്മ, ആരുടെയോ ഹസ്ബൻഡ്, ആരുടെയോ മകൾ, അല്ലാണ്ട് അവർക്ക് പേരും ഐഡന്റിറ്റി ഇല്ല. ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ് ആക്ച്വലി, ലുക്കിംഗ് ഫോർ യുവർ നെയിം എന്നുള്ളത്. അതെ, വെരി ഇൻട്രസ്റ്റിംഗ്. എക്സാജറേഷൻ ഞാൻ ആഡ് ചെയ്തതാണ്. അത് ശരിക്കും വന്നോ രണ്ടും അങ്ങനെ? ഈച്ചയുടെ സ്റ്റോറി ലേഡി സ്റ്റോറി, രണ്ടുപേരും ഒരേ പാതയിലൂടെ സഞ്ചരിക്കുകയായിരുന്നല്ലോ. അത് ഇപ്പൊ ഈച്ച ആയാലും, ഈച്ച പേരന്വേഷിച്ച് പോയിടത്ത് യു കണക്റ്റഡ് ഇറ്റ് വിത്ത് ദാറ്റ് ഓൾഡ് ഫേബിൾ സ്റ്റോറി. ബട്ട് ദെൻ അറ്റ് ദ സെയിം ടൈം ഇന്നത്തെ ജനറേഷൻ, അല്ലെങ്കിൽ പലപ്പോഴും ഇപ്പൊ ഞങ്ങളുടെ വീട്ടിലാണെങ്കിൽ ഇപ്പൊ അച്ഛൻ അമ്മയെ വിളിക്കുന്നത് ഒരിക്കലും പേര് പറഞ്ഞിട്ടല്ല, എന്നൊക്കെ വിളിക്കുന്നുള്ളൂ. അതെ, അവനാ ആ ഒരു പേര് ശരിക്കും അത് വളരെ ഒരു ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്ത് പറയുന്നത് നല്ലൊരു സ്റ്റോറി ആയിരുന്നു. താങ്ക് യു സോ മച്ച് ഫോർ സെലക്ടിങ് ദാറ്റ് സ്റ്റോറി.